ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ഈ കിച്ചൺ കണ്ടറിയാമല്ലോ, ഞാൻ ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ഒരു റെസിപ്പി കൂടെ അങ്ങ് ചെയ്യാം, പനീർ വെച്ച് തന്നെ ഒരു റെസിപ്പി കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. സോ നമ്മുടെ ഇന്നത്തെ ആയുധം പനീർ തന്നെയാണ്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി പനീറാണ്. നമ്മൾ പനീർ ബട്ടർ മസാല ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അത് കാണാത്തവരൊന്നും കയറി കണ്ടു നോക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീർ ക്യൂബാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഗൈസ്, നമുക്ക് പണി തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഞാൻ തന്നെ കേട്ടോ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ഷേക്കിംഗ് ഒക്കെ കാണും. ഒരു 1/4 കപ്പ് ഫോക്കസ് കിട്ടുന്നില്ല. ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ അധികം ആവരുത്, അധികം ആയാൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരുമാതിരി ഇരിക്കും. സോ നമുക്ക് 1/4 കപ്പ് കോൺഫ്ലവർ വേണം. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ എന്താ കുരുമുളക് പൊടി, അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വീടുന്നില്ല, വീട് ഓക്കെ ഗൈസ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാ പച്ചവെള്ളം കേട്ടോ ചേർക്കുന്നത്. മിക്സ് ചെയ്യാം ഗൈസ്, ലൂസ് ആവാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം കത്തിച്ചിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാം. സൺഫ്ലവർ ഓയിൽ കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു പനീർ ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ബാറ്റർ എല്ലാം മുക്കി എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് പനീർ. അപ്പം ഞാൻ വിചാരിച്ചു ബാറ്റർ തികയത്തില്ലെന്ന്, പക്ഷെ തികഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഓയിൽ അവിടെ ഇരുന്ന് ചൂടാവുക. അപ്പം ഇത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു റെസിപ്പി ഇങ്ങനെ എൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് അവസാന റിസൾട്ടാണ് നമുക്ക് നോക്കേണ്ടത്. എല്ലാവർക്കും എന്നെ തന്നെ വേണം ഉണ്ടാക്കാൻ, പാചകം ചെയ്യിക്കാൻ, എന്ത് ചെയ്യാനെന്നോ. നമ്മുടെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ടേസ്റ്റ് ചെയ്യാൻ എൻ്റെ ചുച്ചു കാണത്തില്ല, പക്ഷെ എൻ്റെ ചുച്ചുവിന് പനീർ ഫേവറേറ്റ് ആണ് കേട്ടോ. എൻ്റെ ചുച്ചുവിന് പനീർ ഭയങ്കര ഇഷ്ടമാണ്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കുറച്ച് പനീർ ഇട്ട് കൊടുത്തു. ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് ഇടുമ്പോഴും ഓരോ ഇച്ചിരി എണ്ണയൊക്കെ എൻ്റെ കൈ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മാറിയാണ് കുറേച്ചൊക്കെ ഇട്ട് കൊടുത്തത്. എന്തായാലും എവിടേക്കോ കയ്യിലൊക്കെ പൊട്ടിത്തെറിച്ച് കേട്ടോ എണ്ണ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കണ്ണപ്പത്തവിയുണ്ട്, കോരുവാണ്. അത് നല്ല ഒരു എന്താ പറയുക, കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആവണം. അത് നമ്മൾ ഫ്രീസറിൽ നിന്ന് നേരെ എടുത്ത് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് കരിച്ച് കളയൽ, ഒരു ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേന് നമ്മളതൊന്ന് എടുത്ത് കോരി മാറ്റി വെക്കണം. എന്നിട്ട് അത് എന്തായാലും അത് നമ്മൾ ഓയിലിലോട്ട് ഇടുമ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ഇങ്ങനെ കണ്ടോ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അത് കൂട്ടി ആയിട്ടിരിക്കും വരിക. അപ്പം അത് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം അത് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം കേട്ടോ ആ ഒരു പനീർ. അതുപോലെ ഞാൻ ലാസ്റ്റ് ട്രിപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് കോരി മാറ്റുകയാണ് കേട്ടോ. നമ്മുടെ പനീറെല്ലാം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള ചില്ലി ആക്കി എടുക്കണ്ടേ, അപ്പം നമുക്ക് അത് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എനിക്കൊരു 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 സവാളയുടെ പകുതി ഞാൻ ഇങ്ങനെ പോലെ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഓയിൽ ചൂടായോടെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇഞ്ചി അധികം ചേർക്കാറില്ല, നമ്മൾ വെളുത്തുള്ളിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് കേസ്. അപ്പം നമുക്ക് വെളുത്തുള്ളി അധികം കരിഞ്ഞു പോകാനൊന്നും പാടില്ല, മൂത്ത് പോകാനും പാടില്ല. സൺഫ്ലവർ ഓയിൽ ഒരുപാട് ചൂടാവാനും പാടില്ല. അപ്പം ആ ഒരു പച്ച മണമൊന്ന് മാറി കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു വെളുത്തുള്ളിക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ ഒരു സവാളയുടെ പകുതി ഇതുപോലെ മുറിച്ചത് അത് ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ലതായിട്ട് അങ്ങ് വഴന്ന് ഉടഞ്ഞൊന്നും പോരുത് കേട്ടോ, നമുക്കത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സോ നമ്മൾ ഒരുപാട് കുക്കാവരുത് ഓണിയനൊന്നും. സവോള വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, അതേപോലെ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അത് രണ്ടും എൻ്റെ കയ്യിലില്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ അവിടെ 2 ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് എൻ്റെ മെഷറിങ് സ്പൂണിലൊക്കെ അളന്നിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. വിനീഗർ ആണെന്ന് കാണിക്കാൻ മറന്നുപോയിട്ട് ഞാൻ സെൽഫി ക്യാമറ വെച്ചാണ് കേട്ടോ വിനീഗർ കാണിച്ചത്. എന്തായാലും നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡാർക്ക് സോയാ സോസ് ഞാൻ ഒഴിക്കാൻ പോവാണ്. ക്യാമറ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അടുത്തത് കിസാൻ്റെ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കേണ്ടത് കേട്ടോ, കൂടി പോവരുത്. ചില്ലി പനീറിൻ്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള റെഡ് ചില്ലി സോസാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതൊരു 1/2 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പാന്ന് കാണിക്കാൻ വേണ്ടി ഭരണിയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. എന്തായാലും ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം, കുറച്ച് ചേർക്കാവൂ, കാരണം സോസിനകത്തൊക്കെ ഉപ്പുള്ളതാണ് അത്യാവശ്യം. പിന്നെ നമുക്കൊരു മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, ആ സേപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോസും കുറച്ച് പൊടികളൊക്കെ ചേർത്ത് ഇത്ര സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇച്ചിരി ആ ഒരു സോസിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടട്ടെ. പൗളോ വല്ലതും എടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ആ ഒരു ഗ്രേവിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി പനീർ. ഞാൻ ചെയ്ത് വരുമ്പോൾ ഒത്തിരി നേരം എടുക്കുമെന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സിമ്പിൾ. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു സോസിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ നമ്മുടെ ചില്ലി പനീർ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊറോട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടി കഴിക്കാം ഗൈസ്. ഞാൻ അപ്പം കുറച്ച് ചില്ലി പനീർ ഇങ്ങനെ എടുക്കുക. ഗ്രേവി ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് പൊറോട്ട ഇച്ചിരി അങ്ങോട്ട് പിച്ചി എടുക്കുക. ഒരു പനീർ ഇങ്ങനെ എടുക്കുക. അത് ചൂടാട്ടോ, അത് വെച്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സൂപ്പർ ഗൈസ്. ഞാൻ വെച്ച സോസിൻ്റെ ഒക്കെ ഒരു കുത്തലൊക്കെ കാണും. ഉപ്പൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എല്ലാം പക്ക. പനീർ ഫ്രൈ ചെയ്തിട്ടുണ്ട്. എന്താ ആ ഒരു ബാറ്റർ ഓക്കെ. സോ അമ്മ ഏതോ ഒരു റിസപ്ഷന് പോയിട്ട് വന്നോണ്ട് അമ്മയ്ക്ക് ഫുഡ് വേണ്ട, അത് അവിടുന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. സോ ഞാനാണ് കഴിക്കുന്ന. അതിന് പനീർ കഴിക്കാത്തതുകൊണ്ട് അതിന് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ മാത്രം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല പറയുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു പനീർ കോട്ട് ചെയ്ത് ബാറ്ററൊക്കെ ഇച്ചിരി ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ പനീർ. പിന്നെ ആ ഒരു സോസ് സൂപ്പറായിട്ടുണ്ട്. നാളെ അമ്മ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നാളെ അമ്മയുടെ ഇതുകൂടെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, പിറ്റേന്ന് ദിവസം അമ്മ ചില്ലി പനീർ കഴിക്കുന്നു. അമ്മയുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ഞാൻ അമ്മയ്ക്ക് വേണ്ടി പനീർ വെച്ചായിരുന്നു കേട്ടോ. സോസ് ഉപ്പ് എല്ലാം സോസ് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നത്, പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സക്സസ് കണ്ടോ. നമ്മളിങ്ങനെ ഓരോന്ന് എരി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചില്ലി പനീർ അല്ലേ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, റെസ്റ്റോറന്റ് സ്റ്റൈൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വ്ലോഗ്. ബൈ.